ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞാനിന്ന് കുങ്കുമാതിലേപത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിത് എൻ്റെ മാമൻ്റെ മോള് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. അവൾക്ക് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് സ്കിൻ നന്നായി ബ്രൈറ്റൻ ചെയ്തു, അവളുടെ ഡാർക്ക് സ്പോട്ടൊക്കെ നന്നായി കുറഞ്ഞു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. റിസൾട്ട് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കിത് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവളുടെയും ഓയിലി സ്കിന്നാണ്. ചിലപ്പോൾ എനിക്കിത് വർക്കായി ഉണ്ടാവില്ല. ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഫേസിൽ കുറച്ച് കുരുക്കളൊക്കെ വന്നു. ഇതിന് മുന്നേ ഞാനൊരു വട്ടം കുങ്കുമാതിലേപം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഈ ബ്രാൻഡിൻ്റെ അല്ല, അത് കാക്കനാടാണ്. ഇത് ഷൊർണൂരാണ് കിട്ടുക. ഇതിൻ്റെ ബാക്കിൽ അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് 60 രൂപയാണ് കേട്ടോ. അപ്പോൾ അന്നും എനിക്ക് ഫേസിൽ പിമ്പിൾസ് വന്നായിരുന്നു ഇത് യൂസ് ചെയ്തിട്ട്. പക്ഷെ അവൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് യാതൊരു വിധ പ്രോബ്ലവും ഇല്ല കേട്ടോ. ഇനി ഓരോ സ്കിൻ ടൈപ്പ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കണേ. ചിലപ്പോൾ എൻ്റെ സ്കിന്നിന് ഇത് വർക്കാവില്ല, ചിലവർക്ക് വർക്കാവും, ചിലവർക്ക് വർക്കാവില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അതേപോലെയാണെന്ന് എനിക്ക് തോന്നണേ. ഓരോ സ്കിന്നും ഓരോ ടൈപ്പല്ലേ. ചിലവർക്ക് ചില കാര്യങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവും കേട്ടോ. പക്ഷേ അതേപോലെ വലിയ വേറൊരാളത് യൂസ് ചെയ്യുമ്പോൾ എല്ലാ സ്കിന്നും ഒരേപോലെ അല്ലല്ലോ. അപ്പോൾ ഒരാളുടെ റിവ്യൂ കണ്ടിട്ട് മാത്രം നമുക്ക് അത് നമ്മുടെ സ്കിന്നിന് അതേപോലെ വർക്കാവില്ല എന്നും പറയാൻ പറ്റില്ല. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നാലേ നമുക്ക് അറിയുള്ളൂ. പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങി നോക്കുക. ഇതിൻ്റെ കളറ് ഒരു നല്ല റെഡല്ല, എന്നാൽ ഒരു ലൈറ്റ് റെഡ് പോലെ. ഇതൊരു ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് പരത്തി തേച്ച് കൊടുക്കുക ഫേസിലും നെക്കിലും ഒക്കെ കേട്ടോ. രാവിലെയും വൈകുന്നേരത്ത് വേണമെങ്കിൽ വൈകുന്നേരം തേച്ച് കൊടുക്കാം. എന്നിട്ട് 1 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ ഫേസിലും നെക്കിലും. അല്ലാതെ നിങ്ങൾ കഴുകി കളയാൻ പാടില്ല. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സോപ്പ് ഉപയോഗിക്കരുത്. സോപ്പല്ലാണ്ട് ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ കടലമാവോ യൂസ് ചെയ്തിട്ട് കഴുകി കളയാം കേട്ടോ. ഇനി നിങ്ങൾക്ക് നൈറ്റിൽ ഫുള്ള് നേരം വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം. എന്നിട്ട് രാവിലെ ഫേസ് ഒന്ന് വാഷ് ചെയ്താൽ മതി. വാഷ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സോപ്പ് യൂസ് ചെയ്യരുത്. കടലമാവോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ യൂസ് ചെയ്യാം കേട്ടോ. രാത്രി ഫുള്ള് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്നും കൂടി റിസൾട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ റിസൾട്ട് കുറച്ച് വൈകും, അത്രേ ഉള്ളൂ. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ 1 മണിക്കൂറെങ്കിലും വെക്കണം, രാവിലെയും വൈകുന്നേരവും കേട്ടോ. എന്നിട്ട് വാഷ് ചെയ്തിട്ട് കളയാം. ഇത് തേക്കണം നമ്മുടെ സ്കിന്നിന് ഒരുപാട് അങ്ങോട്ട് ബ്രൈറ്റൻ ചെയ്യാനല്ല. നമ്മൾ കരിവാളിപ്പൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറാനും. പിന്നെ മുഖക്കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുരുള്ള ഭാഗം പൊട്ടിച്ച് കളയരുത്. കുരുള്ള ഭാഗത്ത് ഒന്നും കൂടി നന്നായി തേക്കണം കേട്ടോ. പിന്നെ അതേപോലെ വെയിലത്ത് ഇറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. SPF 15 അടങ്ങിയ സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യണം. SPF 13 അങ്ങനെയൊന്നും യൂസ് ചെയ്യരുത്, 15 തന്നെ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് തേച്ചിട്ട് പിന്നെയും വെയിലത്ത് ക്രീമൊന്നും യൂസ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും സ്കിന്നൊന്നും കൂടി ഡാർക്കൻ ചെയ്യാനാണ് ചാൻസ്. അപ്പോൾ ആയുർവേദിക്കായിട്ടുള്ള സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യണമെന്ന് യാതൊരു വിധ നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ അത് ഒക്കെ നല്ലോണം ശ്രദ്ധിക്കുക. ഇത് തേച്ചാൽ മുഖം നന്നായി വെളുത്ത് തുടുക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഡാർക്ക് സ്പോട്ടും പിന്നെ കാര അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറ്റാനും പിന്നെ സൺ ടാൻ മൂലം ഉണ്ടായ കരിവാളിപ്പും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യണ ഒരു ക്രീമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. പിമ്പിൾസ് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സ്റ്റോപ്പ് ചെയ്യണം, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യരുത് കേട്ടോ. കാരണം എൻ്റെ അനുഭവമാണ് ഞാനിവിടെ പറയണേ. ചിലവർക്ക് നന്നായി വർക്കാവും, പക്ഷെ ചിലവർക്ക് എല്ലാ ടിപ്സും വർക്കാവണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുക കേട്ടോ, എന്ത് കാര്യമാണെങ്കിലും. ഇത് ഓൺലൈനിൽ ഞാൻ നോക്കി, ഞാൻ കണ്ടില്ല. ഇനി ലിങ്ക് എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുക്കാം. പിന്നെ ഇത് എൻ്റെ കയ്യിലുള്ളത് കാക്കനാടിൻ്റെയാണ്. ഇതേപോലെ രത്നവിലാസിൻ്റെയും മറ്റുള്ള ബ്രാൻഡിൻ്റെയും ഒക്കെ കുങ്കുമാതിലേപം അവൈലബിൾ ആണ്.
അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൺ ടാനും കരിവാളിപ്പൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.